Food spoilage and preservation techniques. Food spoilage. ഈ പോർഷനിൽ നമ്മൾ ഫുഡ് സ്പോയിലേജ് എന്താണ്, ഏതൊക്കെ കാരണം കൊണ്ട് ഫുഡ് ഭക്ഷണയോഗ്യം അല്ലാതാവാം, ഭക്ഷണം ഇങ്ങനെ കേടുകൂടാതെ വെക്കാം, ഏതെല്ലാം രീതി ഇതിനായിട്ട് ഉപയോഗിക്കാം എന്നൊക്കെയാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ കിട്ടുന്നത് ഭക്ഷണത്തിൽ നിന്നാണ് അല്ലെ. ഇതൊക്കെ കിട്ടണമെങ്കിൽ ഫുഡിന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഭക്ഷണം കേടുവരാം. അത് അറിയാൻ കഴിയും. നിറം അല്ലെങ്കിൽ മണം, അതിന്റെ ക്വാളിറ്റി, ഫ്ലേവർ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഫുഡ് സ്പോയിൽഡ് ആയി എന്ന് നമുക്ക് പറയാം. ഫുഡ് സ്പോയിലേജിന്റെ ഡെഫിനിഷൻ നോക്കിയാൽ decay or decomposition of an undesirable nature usually is implied when the term spoiled is applied to food, while food unfit to eat for sanitary reasons usually is not called spoiled. പഴകിയതോ ചീഞ്ഞതോ ജീർണിച്ചതോ ആയിട്ടുള്ള ഫുഡിനെയൊക്കെയാണ് നമ്മൾ സ്പോയിൽഡ് ഫുഡ് എന്ന് പറയുന്നത്. Spoilage may be due to one or more of the following. ഏതൊക്കെ രീതിയിൽ ഭക്ഷണം കേടുവരാം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, growth and activity of microorganisms or higher forms. ബാക്ടീരിയ, ഫംഗസ് പോലുള്ള സൂക്ഷ്മാണുക്കൾ കാരണം ഫുഡ് കേടുവരാം. ദെൻ ഇൻസെക്ട്സ്. നമ്മൾ പഴയ അരിയും ഗോതമ്പൊക്കെ നോക്കിയാൽ അതിനകത്ത് ഒരുപാട് ഇൻസെക്ട്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇൻസെക്ട്സ് കാരണം ഫുഡ് കേടുവരാം. ദെൻ ആക്ഷൻ ഓഫ് ദ എൻസൈംസ് ഓഫ് പ്ലാന്റ്സ് ഓർ അനിമൽ ഫുഡ്. എൻസൈംസിന്റെ ആക്ഷൻ വഴി കേടുവരാം. ദെൻ ഫോർത്ത് വൺ, പ്യൂർലി chemical reaction, that is those not catalyzed by enzymes of the tissue or microorganisms. ചില ഫുഡ് ഐറ്റംസിൽ കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് കേടുവരാം. അതിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ തൈരൊക്കെ ചില്ലൂപ്പിയിലാണ് എടുത്ത് വെക്കാറ് അല്ലെ. അപ്പം ഏതെങ്കിലും വേറെ കണ്ടെയ്നറിൽ വെക്കുവാണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തത്, ഫിസിക്കൽ ചേഞ്ചസ് such as those caused by freezing, burning, drying, pressure, etc. Physical changes, freezing തണുപ്പിച്ചാലോ അല്ലെങ്കിൽ ബേണിംഗ് കാരണോ അല്ലെങ്കിൽ ഉണക്കിയാലോ ഒക്കെ കേടുവരുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ട്. So physical changes. Food preservation. Food preservation is a technique to prevent food spoilage, food infection, food poisoning, and microbial contamination from the food. ഫുഡ് കേടുവരാതെ സൂക്ഷിക്കാനുള്ള ടെക്നിക്കാണ് ഫുഡ് പ്രിസർവേഷൻ. അങ്ങനെ ഫുഡ് കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, അതാണ് ഫുഡ് പ്രിസർവേഷന്റെ ഒബ്ജക്റ്റീവ്സ്. ഫുഡ് പ്രിസർവേഷൻ is done with the following objectives. A. To prevent and to remove microbial contamination. സൂക്ഷ്മാണുക്കൾ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണം. അണുക്കളൊന്നും കയറാതെ നോക്കണം. B. To arrest or inhibit microbial growth and metabolism. മൈക്രോബ്സിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യണം. അപ്പം ഓരോ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഓരോ ബാക്ടീരിയ ഓരോ 20 മിനിറ്റിലും ഡിവൈഡ് ചെയ്യും. അതിന് 2, 4 ആവും, 4, 8 ആവും. അതുകൊണ്ട് ഇതിന്റെ ഗ്രോത്ത് തടയണം. Then C. To kill contaminating pathogens. രോഗം പരത്തുന്നതിനെയാണ് നമ്മൾ പാത്തോജൻസ് എന്ന് പറയുന്നത്. അപ്പം പാത്തോജൻസിനെ കില്ല് ചെയ്യണം. Then to minimize food spoilage, food infection and food poisoning. Food spoilage, food infection, food poisoning ഒക്കെ മിനിമൈസ് ചെയ്യണം. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. Principles. Any method of food preservation should aim at any one or more than one of the following. ഏത് ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്ക് എടുത്താലും ഇതിൽ ഏതെങ്കിലുമൊക്കെ തത്വം ഉപയോഗിച്ചിരിക്കും. ഒന്ന്, to prevent autolysis. Autolysis അതായത് ഫുഡ് മെറ്റീരിയൽസ് സ്വയം നശിച്ചു പോകുന്നത് തടയണം. Then second one, to prevent microbial growth and metabolism.
മൈക്രോബ്സിന്റെ ഗ്രോത്ത് തടയും. തേർഡ് വൺ, ടു ഇനാക്ടിവേറ്റ് ദ എൻസൈംസ്. ഫുഡ് കേടാവാൻ സാധ്യതയുള്ള എൻസൈംസ് ഉണ്ടെങ്കിൽ അത് ഇനാക്ടിവേറ്റ് ചെയ്യും. Then fourth one, to remove one or more than one of the requirements necessary for microbial growth. മൈക്രോബ്സ് വളരാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. അത് ചിലപ്പോൾ ടെമ്പറേച്ചർ ആവാം, ചിലപ്പോൾ വാട്ടർ കണ്ടന്റ് ആവാം. എന്താണോ മൈക്രോബ്സ് വളരാനുള്ള സാഹചര്യം അത് റിമൂവ് ചെയ്യണം. Then fifth one, to create an anaerobic condition. ഒരു എനേറോബിക് കണ്ടീഷൻ ഉണ്ടാക്കും. എനേറോബിക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ. ഓക്സിജൻ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ മൈക്രോബ്സ് വളരുന്നത്. അപ്പം ഓക്സിജൻ ഇല്ലാതായാല് ഓക്സിജൻ വേണ്ടുന്ന മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്തിനെ നമുക്ക് തടയാൻ പറ്റും. Then sixth one, to bring about change of pH. pHൽ വ്യത്യാസം വരുത്താം. സാധാരണ നോർമൽ pHൽ നിന്ന് ആസിഡിക്കോ ബേസിക്കോ ആയാല് ചിലപ്പോൾ മൈക്രോ ഓർഗാനിസംസിന്റെ വളർച്ചനെ നമുക്ക് തടയാൻ കഴിയും. Then seventh one, to kill microbial pathogens. രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ചു കളയേണ്ടത്. ഇതിലേതെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ഒന്നിലധികമോ തത്വമായിരിക്കും ഈ പ്രിസർവേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. Methods of food preservation. The food preserved by the following methods. ഇതിൽ നമുക്ക് 14 മെത്തേഡ്സ് പഠിക്കാനുണ്ട്. ആദ്യത്തെ 4 എണ്ണം ഇപ്പൊ നോക്കാം. 14 എണ്ണം. First one, pickling, then salting, smoking, aseptic processing, canning, bottling, pasteurization, refrigeration, dehydration, lyophilization, high osmotic pressure, sterilization, chemical additives, and radiation. ആദ്യത്തേത് pickling. The food to be preserved is acidified in vinegar. It preserves vegetables, meat, etc. due to the action of acetic acid. അപ്പം ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാനായിട്ട് വിനീഗർ ഉപയോഗിച്ച് അച്ചാറിട്ട് വെക്കാറുണ്ട് അല്ലെ. അതാണ് pickling. Then salting. Fish can be preserved by the addition of salt. ഉപ്പിലിടുക എന്ന് പറയും അല്ലെ. മീനും ഒക്കെ നമ്മൾ ഉപ്പിലിട്ട് ഉണക്കി സൂക്ഷിച്ചു വെക്കാറുണ്ട് അല്ലെ, ഉണക്ക മീനൊക്കെ. അതാണ് salting. Next, smoking. Smoking of fish and meat prevents spoilage by dehydration. The fish and the meat are exposed to smoke produced by incomplete combustion of selected woods, corn cobs or other materials. അപ്പം ഇതൊരു പഴയ മെത്തേഡാണ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. മീനും ഇറച്ചിയൊക്കെ പുകയ്ക്കും. അപ്പം വിറക് ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് പുകയ്ക്കുന്നത്. The smoke contains chemical preservatives such as creosote, formic acid, methyl alcohol, formaldehyde, etc. They are absorbed in small quantities over the surface of meat and which are then said to be cured. Smoked food develops an agreeable flavor. Smoked food can stay long till moisture is not allowed to come in contact. സ്മോക്കിൽ കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള ക്രിസോൾസ്, ഫോമിക് ആസിഡ്, മീഥൈൽ ആൽക്കഹോൾ, ഫോമാൽഡിഹൈഡ് ഒക്കെ ഉള്ളതുകൊണ്ട് കേടുകൂടാതെ സൂക്ഷിക്കാനാവും. അതുപോലെ വാട്ടർ കണ്ടന്റ് ഇല്ലാതെ ഇരിക്കും. അപ്പം കൂടുതൽ നാള് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. Then next one, aseptic processing. It is a relatively new development in the food industry. The food item is first sterilized, then dispersed into previously sterilized containers and sealed under aseptic conditions. ഇതൊരു പുതിയ മെത്തേഡാണ്. മൈക്രോ ഓർഗാനിസംസ് ഒന്നും കയറാത്ത രീതിയിൽ ഫുഡ് ഐറ്റംസ് സൂക്ഷിക്കാനായിട്ട്.
ഇത് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നേഴ്സും അണുവിമുക്തമാക്കും. എന്നിട്ട് അത് മറ്റ് അണുക്കളൊന്നും കയറാത്ത രീതിയിൽ സീൽ ചെയ്ത് സൂക്ഷിക്കും. ഇതാണ് 4 മെത്തേഡ്സ്. ബാക്കിയുള്ള മെത്തേഡ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.